നൗഷാദെ, അന്ന ഷാജഹാൻ വെല്ലുവിളിക്കുക. മാപ്പള തറവാട്ടിലാണ് ഇജ് ജനിച്ചതെങ്കില, തറവാട്ടിൽ പറഞ്ഞ വല്ല ഗുണവും അന്നിലെ ശേഷിക്കുന്നുണ്ടെങ്കിലേ, ഇത് ഞാൻ അങ്ങനെ പറയാൻ കാരണം അന്ന പ്രസ്ഥാനം പിടിച്ച് പുറത്ത് കിട്ട അന്ന് മുതലേ പാച്ച നുണയും പിത്തനയും പസാദും പറഞ്ഞെടുക്കലാണ് എന്റെ പണി. അതുകൊണ്ട് തന്നെ ഇത് പറയുന്നത് ആരും കണക്കിലെടുക്കാറുമില്ല. എൻ്റെ വാക്കും പഴയ കീറച്ചാക്കും ഒരുപോലെയാണ്. ഇപ്പൊ കീറച്ചാക്കിനും വിലയുള്ള കാലാണ്, എൻ്റെ വാക്കിന് ഒരു വിലയും ഇല്ല. കാരണം എല്ലാവരും അന്നെ മനസ്സിലാക്കിയിട്ടുണ്ട്. പച്ച നുണ മാത്രമാണ്, ആ പച്ച നുണ മുഖമുദ്രയാക്കി നടക്കലാണ് എൻ്റെ സ്വഭാവം. അപ്പോ ഇജിപ്പോ ഈ പറയുന്ന നുണ തറവാട്ടിലാണ് ഇജ് പറഞ്ഞതെങ്കിലേ, മാപ്പിള തറവാട്ടിലാണ് ഇജ് പറഞ്ഞതെങ്കിലേ, അനക്ക് അണ്ടിക്ക് ഉറപ്പുണ്ടെങ്കിൽ തെളിയിക്കടോ. ഇത് ഞങ്ങളൊരു പഠനം നടത്തി നോക്കി. അങ്ങനെ പല പഠനം നടത്തും. അവസാനം ഒരു പഠനം നടത്തിന്റെ റിസൾട്ട് ഇപ്പോ കോമാട്ട അബ്ദുല്ലാന്റെ മുരീദ് പറയണേ നമ്മൾ കേട്ടു. കോമാട്ട അബ്ദുല്ലാന്റെ ഒരു ഇച്ച് മൂത്രം കിട്ടിയാല് കുടിക്കാം. ഞാൻ പറയല്ല, മുരീദ് പറയുന്നത്. അത് വേണമെങ്കിൽ തെളിവ് നമുക്ക് പിന്നടാ. പഠനം നടത്തിയിട്ട് പറയാണ് കോമാട്ട അബ്ദുല്ലാന്റെ മൂത്രം കുടിക്കാൻ. മനസ്സിലായോ? ആ മൂത്രത്തിന് കസ്തൂരിയുടെ സുഗന്ധം ഉണ്ട് എന്നൊക്കെയാണ് മുരീദ് പഠനം നടത്തിയിട്ട് പറഞ്ഞത്. അങ്ങനെ പല പഠനങ്ങളും നിങ്ങൾ നടത്താറുണ്ട്. പക്ഷേ ഞങ്ങളെ വെച്ചിട്ട് പഠനം നടത്തിയാണ്ട് പച്ച നുണ വരലുണ്ടല്ലോ, നിർത്തിക്കോ, മനസ്സിലാക്കിക്കോ. പറയ്. ഈ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് നോക്കുമ്പോ ഈ ഇലക്ഷനിൽ അവരുടെ നിലപാട് അവര് പറഞ്ഞു, ഇടതുപക്ഷത്തിനെ വിജയിപ്പിക്കണം. അതിനുവേണ്ടി എത്ര മീറ്റിങ്ങുകളാ അവർ കൂടി. ഞങ്ങൾ അങ്ങനെ ഇടതുപക്ഷത്തിനെ വിജയിപ്പിക്കണം എന്ന് ഞങ്ങൾ നിലപാടായിട്ട് ഈ പ്രസ്ഥാനത്തിന്റെ ഉത്തരവാദപ്പെട്ട നേതാക്കന്മാരോ പ്രസ്ഥാനവോ പറഞ്ഞത് ആണായി പിറന്നവനാണെങ്കിൽ തെളിയിക്കടോ. പച്ച നുണ പറഞ്ഞാണ് പോകലോ. തെളിയിക്കാൻ വെല്ലുവിളിക്കുന്നു. ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ എവിടെങ്കിലും വെച്ച് പറയുന്നത് പ്രസ്ഥാനത്തുമായി വെച്ച് കെട്ടാൻ പാടില്ല. ഈ പ്രസ്ഥാനത്തിന് ഉത്തരവാദപ്പെട്ട നേതാക്കന്മാരുണ്ട്. മഹാനരായ കാന്തപുരം ഉസ്താദ് ഇന്നും ജീവിച്ചിരിക്കണ്ടേ. അത്തരത്തിലുള്ള ഞങ്ങളുടെ നേതാക്കന്മാരെ ഇടതുപക്ഷത്തെ വിജയിപ്പിക്കണം എന്ന് പറഞ്ഞത് ഈ പ്രസ്ഥാനത്തിന്റെ ഉത്തരവാദപ്പെട്ട നേതാക്കന്മാര് പറഞ്ഞത് തെളിയിക്കാൻ നിന്നെ ഞാൻ വെല്ലുവിളിക്കുന്നു. അങ്ങനെ തെളിയിച്ചാല് നാളെ കേരളത്തിൽ കോഴിപ്പാലിലെ ചായ പോരും ഷാജഹാൻ. മനസ്സിലായോ? ഈ പച്ച നുണ പറഞ്ഞ നടക്കലാണ് എന്റെ പണി. ബാക്കി കുത്തുബിയത്ത് വരെ ചെല്ലിയത്ര. കുത്തുബിയത്തിന്റെ കാലം കഴിഞ്ഞിട്ടും ചെല്ലിയും ഇടതുപക്ഷത്തെ വിജയിപ്പിക്കാൻ വേണ്ടി കുത്തുബിയത്ത് വരെ ചൊല്ലി എന്നാണ് ഈ ചങ്ങായി പറഞ്ഞത്. എവിടെ? തെളിവാജരാക്കടോ. ഈ കുത്തുബിയത്തിന്റെ കഥയൊക്കെ പണ്ടക്കും പണ്ടേ പറഞ്ഞെടുക്കുന്ന ഒരു സംഗതിയാണ്. മൗലിദ് ചൊല്ലി, കുത്തുബിയത്ത് ചൊല്ലി എന്നൊക്കെ. അത് ഏറ്റു പറയാന്ന് പണി. അതൊന്നും ഇപ്പൊ വില പോവില്ല ചങ്ങായി. എവിടെ കുത്തുബിയത്ത് ചൊല്ലി? എന്നിട്ടും പറയാം കുത്തുബിയത്തിന്റെ കാലം കഴിഞ്ഞിട്ടും ചൊല്ലി. കുത്തുബിയത്തിന്റെ കാലം കഴിഞ്ഞിട്ടും കുത്തുബിയത്ത് ചെല്ലാൻ പാടില്ല എന്നുള്ളത് എനിക്ക് ഇവിടുന്ന് കിട്ടിയത്. കുത്തുബിയത്ത് ചെല്ലുന്നവരാണ് ഞങ്ങളെ. പക്ഷെ ഇടതുപക്ഷം ജയിക്കാൻ വേണ്ടി കുത്തുബിയത്ത് ചൊല്ലി എന്നുള്ള തെളിവാതരാക്കടോ. പച്ചക്കള്ളം പറഞ്ഞ് നടക്കാതെ. ഇതാണ് എന്റെ സ്വഭാവം. പച്ച നുണ പറയാം. ആനക്ക് അണ്ടിക്ക് ഉറപ്പുണ്ടെങ്കിൽ തെളിയിക്കടോ. വെല്ലുവിളിക്കുന്നു ഷാജഹാൻ. തെളിയിക്കത്. അന്റെ എത്രയോ നുണകളുണ്ട്. പക്ഷെ ഇതൊരു കരുനുണയായിപ്പോയി. ഈ പ്രസ്ഥാനം പിടിച്ച് പുറത്ത് കിട്ട അന്ന് മുതലേ അതിന്റെ വൈരാഗ്യം വെച്ച് നടക്കുക. നന്നായി കൂടെ ചങ്ങായി. എവിടെ നന്നാകാനാ? തീട്ടം കേൾക്കാൻ നന്നാകുമോ? അതാണ് ഇപ്പൊ